ഹായ് ഹലോ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഇന്നെപ്പോലുള്ള മടിയന്മാർക്ക് നമ്മൾ എത്ര തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യമല്ല. ചില സമയത്ത് നമുക്കൊരു മടി അങ്ങോട്ട് കയറിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് ഇന്ന ടൈം എന്നല്ല, ഏത് ടൈമിൽ വേണമെങ്കിലും കയറാം. പക്ഷെ എന്നെ സംബന്ധിച്ചിതാ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മടിയുള്ള പരിപാടിയാണ് കേട്ടോ. ചിലപ്പോൾ എന്നെ പോലെ ഒരുപാട് പേരുണ്ടാവും. കാരണം നമുക്ക് എത്ര തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മടിയാവും. അതിൽപ്പെട്ട ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഈ ഒരു മെഷീനിൽ നമുക്ക് ഈ ഒരു ഹുക്ക് ഡ്രസ്സിൽ പിടിപ്പിച്ചെടുക്കാം. അതാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി മടിയൊന്നും വേണ്ട, സിമ്പിളായിട്ട് തന്നെ പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൂട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫൂട്ട് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഹുക്കൊക്കെ എങ്ങനെയാണ് ഡ്രസ്സിൽ പിടിപ്പിച്ച് വെക്കുകയെന്ന്. കുഴപ്പമില്ല. ഇത് വെച്ചിട്ട് ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ഡ്രസ്സിലൊന്ന് അമർത്തി പിടിപ്പിച്ചു കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യണതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ഊരി മാറ്റിയതിന് ശേഷം ഈ ലിവർ ഒന്ന് ജസ്റ്റ് താഴ്ത്തി കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ടീത്ത് ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ടീത്ത് പൊന്തി നിൽക്കുമ്പോഴാണല്ലോ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുക. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലോത്ത് നീങ്ങാനൊന്നും പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് താഴ്ത്തി കൊടുത്താൽ ഈ ഒരു പല്ല് താഴേക്ക് വരും. അപ്പോൾ ഈ ഒരു ഏരിയ പ്ലെയിൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ ഒരു അംബ്രല സ്കേർട്ടിലാണ് കേട്ടോ ഹൂക്ക് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോർഷന് കുറച്ച് ഭാഗവും നമുക്കിതുപോലെ തുറന്ന് വെക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, കുഴപ്പമില്ല. കാരണം നമ്മൾ ഇത് വെച്ച് ഈ ഒരു മെഷീൻ വെച്ചിട്ടാണല്ലോ തുന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കും ആ ഒരു തുന്ന്, അതായത് ആ ഒരു നൂല് കാണും. അപ്പോൾ ഇവിടെയൊക്കെ നൂല് കാണുന്നത് ഒരു പ്രശ്നമാണ് എന്നുള്ളവർക്കൊക്കെ ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു പോർഷൻ നമുക്കിതുപോലെ ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം ഇവിടെ ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ തുന്നി പിടിപ്പിക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഈ പോർഷൻ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്താൽ മതി. ഇനി ആ ഒരു നൂലും ഭാഗങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്നാണെങ്കിൽ നമുക്കിത് നോർമലി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നൂല് കാണുന്നത്. കാരണം ഞാൻ സെയിം കളറിലുള്ള കണ്ടില്ലേ, സെയിം കളറിലുള്ള നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. അപ്പോൾ സെയിം കളറിലുള്ള നൂലുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുമ്പോൾ അത്ര വൃത്തികേടായിട്ടൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ക്ലോസ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഹുക്ക് ഇതിൽ പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഫൂട്ടിട്ടിരുന്നു, അതൊന്ന് ജസ്റ്റ് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. മാറ്റി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റ് പൊസിഷൻ ആക്കിയിട്ട് പിടിക്കട്ടെ. എവിടെയാണോ നമുക്ക് ഹുക്ക് വെക്കേണ്ടത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ലോക്കായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ ലോക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്യില്ലല്ലോ കേട്ടോ. നമുക്ക് സെലക്ടറിലും ലെങ്ത്തിലും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ സെലക്ടർ സി ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സിയിലിട്ട് കൊടുത്ത ശേഷം ലെങ്ത്ത് നമുക്ക് എത്രയാണെന്ന് നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. അതായത് സിയിലിട്ടതിന് ശേഷം നമ്മൾ ഈ ഹോളിന് കറക്റ്റ് ആക്കിയിട്ട്, നമ്മൾ ഹോൾ ഉണ്ടല്ലോ ആ ഒരു ഹോളിന് കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഓക്കെ ആണോ നോക്കുക. എന്നിട്ട് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലോക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും കൂടെ ഒന്ന് ശരിക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ലെങ്ത്ത് കറക്റ്റാണോ നോക്കട്ടോ. ആദ്യത്തെ ഹോളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്, അതുപോലെ ഇവിടെയും ഇറങ്ങി ചെല്ലുന്നുണ്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റീലിൻ്റെ ഭാഗത്ത് തട്ടാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഈ ഒരു ഹുക്കൊന്ന് ചെരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ലെങ്ത്തും അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഹുക്കിന് ഒരു പക്ഷേ ഈ ഹോളിൻ്റെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ ആ കറക്റ്റ് ലെങ്ത്ത് തന്നെ ആയിക്കോണമെന്നില്ല. എന്നാൽ ഞാൻ കാണിക്കാം ഞാൻ എത്രയിലാണ് ചെയ്തിട്ടുള്ളത് നോക്കട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഈ ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വീല് കറക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യത്തെ ഹോളിൽ ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ഹോളിലേക്കും ഇറങ്ങും. അപ്പോൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലെങ്ത്ത് വരുന്നത് 2ൻ്റെയും 3ൻ്റെയും ഇടയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കൂളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സൂചി പൊട്ടിപ്പോവും. ഈ ഒരു സംഭവത്തിൽ തട്ടിയിട്ട് സൂചി പൊട്ടും. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് കറക്റ്റ് ആണോ എന്ന് ഉറപ്പിക്കാം. അതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പണ്ട് സെക്കൻഡ് കൊണ്ട് ഈ ഒരു ഭാഗം തുന്നി കിട്ടി. അതായത് നമ്മളിപ്പോൾ സൂചി വെച്ചിട്ടാണ് തുന്നണതെങ്കിൽ എത്ര നേരം എടുക്കണം അല്ലേ. ഇതിപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിങ്ങനെ കട്ട് ചെയ്താൽ പെട്ടെന്ന് ഊരിപ്പോരില്ലേ എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു സെലക്ടറിൽ ബിയിലേക്കോ എയിലേക്കോ ഇട്ടിട്ട് ഒന്ന്, അതുപോലെ തന്നെ ലെങ്ത്ത് ഒന്ന് 0യിൽ വെച്ചിട്ട് നമ്മളൊന്ന് കെട്ടിട്ടെടുക്കാം കേട്ടോ.
അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കെട്ടായിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാണ്ട് തന്നെ, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്കിതാ ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടും ചെയ്തെടുക്കാം. നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഈ ഒരു ഭാഗം ഒന്ന് ലോക്കാക്കി കൊടുക്കട്ടെ. നമുക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യാൻ കംഫർട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ വെച്ച് കൊടുക്കട്ടെ. വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഹോളിലേക്കും അതുപോലെ തന്നെ പുറത്തേക്കും സൂചി ഇറങ്ങിച്ചെല്ലണം. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ സൂചി തട്ടുന്നുണ്ട്, അപ്പോൾ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് സൂചി ഉയർത്തി കൊടുക്കുക, ശേഷം ഒന്ന് വെച്ച് ഇനി നമുക്ക് നോക്കാം. ഇപ്പോഴും ചെറുതായിട്ട് തട്ടുന്നുണ്ട്, അപ്പോൾ ഒന്നും കൂടെ ഇങ്ങോട്ട് നീക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. നമുക്ക് കറക്റ്റിൽ തന്നെ ഇറങ്ങി ചെല്ലുന്നുണ്ട്. നമുക്കൊന്നുകൂടെ കൺഫേം ചെയ്യാം കേട്ടോ, രണ്ട് ഭാഗത്തേക്കും ഇറങ്ങി ചെല്ലുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇതാ ഓക്കെയാണ്. ഇന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പോർഷനും കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്കിതാ ഈ ഒരു പോർഷനും കൂടെ അതുപോലെ കംപ്ലീറ്റ് ആക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് സൂചി ഊരിയെടുക്കാം കേട്ടോ. കട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെ തന്നെ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യണം. നമുക്കിത് ഈ ഒരു രണ്ട് ഭാഗവും ലോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു സൈഡും കൂടെ ഒന്ന് ലോക്കാക്കി എടുക്കാം. നമ്മളിത് അതുപോലെ ചെരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതാ ഈ സൂചി രണ്ട് ഹോളിലേക്കും, അതായത് ഈ ഒരു ഹോളും പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്കും ഇറങ്ങുന്നുണ്ടോ നോക്കാം. ഇവിടെ നിന്ന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ, അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഭാഗം ഓക്കെ ആയി. ഇനി ഇതാ ഈ ഒരു ഭാഗത്തേക്ക് ഓക്കെ, ഈ ഒരു ഭാഗവും ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിടാൻ വേണ്ടിയിട്ട് ഇതാ അത്യാവശ്യം ഒരു 5-6 അടി കൊടുത്താൽ മതി. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ഹുക്ക് ക്ലോത്തിൽ തുന്നി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു സൂചി നൂലെടുത്തിട്ട് തുന്നിയാണെങ്കിൽ എന്തായാലും മിനിമം ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഉഷ ജാനോമിയിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ ഒന്ന് ചെയ്തെടുക്കണം. ഞാനിത് ഓൾറെഡി നിങ്ങളൊന്നും കാണിക്കാതെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ ഈ ഒരു പോർഷന് ഇതിൽ അറ്റാച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതാണ് നോക്കുന്നത്. അപ്പോൾ കറക്റ്റ് പൊസിഷൻ ഇതുപോലെ വെക്കുക. ശേഷം നമ്മൾ ഇതിന് ഫൂട്ട് യൂസ് ചെയ്യണം കേട്ടോ. നമ്മൾ ആ ഒരു ഹുക്ക് പിടിപ്പിച്ച സമയത്ത് ഫൂട്ട് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഫൂട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തെ, അതായത് ഈ ഒരു പോർഷനെ കറക്റ്റാക്കിയിട്ട് ക്ലോത്തിൽ പിടിപ്പിച്ച് വെക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഫൂട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പീസിനെ ലോക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ശേഷം നമ്മൾ നേരത്തെ ചെയ്തല്ലോ അതുപോലെ തന്നെ രണ്ട് ഭാഗവും കറക്റ്റാണോ നോക്കുക. അതായത് ഹോളിലേക്കും പുറത്തേക്കും നമ്മുടെ സൂചി കറക്റ്റായിട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ടോ നോക്കി അതൊന്ന് കൺഫേം ആക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ കൺഫേം ആക്കിയതിന് ശേഷം ഒരു ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കംഫർട്ടിനനുസരിച്ചിട്ട് എങ്ങോട്ട് വേണമെങ്കിലും ചെരിച്ചും മറിച്ചൊക്കെ പിടിക്കട്ടോ. അപ്പോൾ നമ്മളത് വെക്കുന്നത് കറക്റ്റ് അളവിലായിരിക്കണം എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചിട്ട് ഇനി നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ ആണോ നോക്കിയിട്ട്. ഓക്കെയാണ്, രണ്ട് ഭാഗവും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി സൂചി നൂലൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ എന്തായാലും ഇതിന് വേണം ഒരു 10-15 മിനിറ്റ്. കാരണം 2 എണ്ണം ചെയ്തെടുക്കണമല്ലോ. സൂചി നൂലൊക്കെ വെച്ച് സൂചി എടുത്ത് കോർത്തൊക്കെ ചെയ്യുമ്പോഴത്തേന് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മെഷീനിൽ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. അപ്പോൾ 2 പോർഷനും നമ്മൾ കറക്റ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഊരിപ്പോരെ അങ്ങനെയൊന്നും ചെയ്യൂല. അപ്പോൾ എന്നെ പോലെ മടിയുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.